No matter how many times you put that in a. അടുത്തതൊരു പേപ്പർ ഫാക്ടറി കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അതായത് തിംഫു സിറ്റിയിൽ തന്നെയുള്ള ഒരു ഹാൻഡ് മെയ്ഡ് പേപ്പർ ഫാക്ടറി. ഇതാണ് കേട്ടോ ജംഗ്ഷി ഹാൻഡ് മെയ്ഡ് പേപ്പർ ഫാക്ടറി. ഇപ്പം നിങ്ങൾ ഈ കാണുന്ന ഈ മരത്തിൻ്റെ തൊലി ഉപയോഗിച്ചാണ് കേട്ടോ പേപ്പർ ഉണ്ടാക്കുന്നത്. ഡാഫ്നി എന്നാണ് കേട്ടോ ഈ മരത്തിൻ്റെ പേര്. ഡാഫ്നി എന്ന മരത്തിൻ്റെ പുറംതൊലിയിൽ നിന്ന് പരമ്പരാഗതമായി പേപ്പറുകൾ നിർമ്മിക്കുന്ന ഒരു ചെറിയ വ്യവസായമാണ് തിംഫുവിലെ ജംഗ്ഷി പേപ്പർ ഫാക്ടറി. ഈ 2 ടാങ്കിലും ഡാഫ്നി എന്ന് പറഞ്ഞ മരത്തിൻ്റെ തോലാണ് കേട്ടോ. ഈ മരത്തിൻ്റെ മുകളിൽ നിന്ന് ആ തൊലി എടുത്തതിന് ശേഷം കഴുകി ആ തൊലി ഒരു വലിയ പോട്ടിലിട്ട് വേവിച്ചെടുക്കും. ഇവിടെ ഉള്ളത് കറണ്ടിൽ പ്രവർത്തിക്കുന്ന അത്യാവശ്യം വലുപ്പമുള്ള ഒരു പോട്ടാണ് കേട്ടോ. ഇപ്പം അദ്ദേഹം കാണിക്കുന്നതില്ലേ അത് കുക്ക് ചെയ്തതിന് ശേഷമുള്ളതാണ് കേട്ടോ. ഇതിപ്പോൾ അത് തണുക്കാൻ വേണ്ടി വെച്ചതാണ്. ഇതിൽ തന്നെ ആ മരത്തിൻ്റെ തൊലി ഉടയാത്തതുണ്ടാവും. അത് വീണ്ടും സോട്ട് ചെയ്തിട്ട് വീണ്ടും കുക്ക് ചെയ്യും. ഈ രണ്ടാമത്തെ ടാങ്കിലുള്ളത് സോട്ട് ചെയ്തിട്ട് ഇനി കുക്ക് ചെയ്യാനുള്ളതാണ് കേട്ടോ രണ്ടാമത്തെ ടാങ്കിലുള്ളത്. നേരത്തെ കുക്ക് ചെയ്ത പാക്ക് കണ്ടില്ലേ, അതിൽ നിന്ന് വെള്ളം ഒഴിവാക്കിയതാണ് കേട്ടോ അത്. ഇപ്പോൾ അവർ ചെയ്യുന്നത് അത് സോട്ട് ചെയ്യാണ്. ഇതിലാവാത്തതുണ്ടല്ലോ അത് വീണ്ടും കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഇപ്പോൾ സോട്ട് ചെയ്യാണ് ഇപ്പോൾ അത്. ഇപ്പോൾ കാണുന്നതൊക്കെ അതിൻ്റെ വേസ്റ്റാണ് കേട്ടോ. അതായത് വീണ്ടും കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് അതൊക്കെ. അതിന് ശേഷം അത് ഗ്രൈൻഡ് ചെയ്യും. ഇപ്പോൾ അവരെന്താ ചെയ്യുന്നതെന്നറിയോ, അതായത് നേരത്തെ ഗ്രൈൻഡ് ചെയ്തില്ലേ അതിന് ശേഷമാണ് പൾപ്പിംഗ് പ്രോസസ്സ് വരുന്നത്. ആ പൾപ്പിൽ നിന്നാണ് കേട്ടോ പേപ്പർ ഉണ്ടാക്കുന്നത്. അതിനുശേഷം അദ്ദേഹം കാണിക്കുന്നത് അതിൽ വെച്ചിട്ട് പ്രസ് ചെയ്യും, അതിലുള്ള വെള്ളം ഒഴിവാക്കാൻ വേണ്ടി. ഇത് പ്രസ് ചെയ്ത് വെള്ളം ഒഴിവാക്കിയതാണ് കേട്ടോ ഇത് ഇപ്പം കാണുന്നത്. അടുത്തതെന്ന് പറയുന്നത് ഒരു 12 അടി നീളവും 4 അടി ഉയരമുള്ള ഒരു ത്രികോണാകൃതിയുള്ള ഒരു ബോക്സ്. സ്റ്റീമിലാണോ ഇലക്ട്രിക്കലാണോ ഇത് വർക്ക് ചെയ്യുന്നതെന്ന് അറിയില്ല. എന്തായാലും ഒരു നനഞ്ഞ പേപ്പർ ഉണങ്ങാനുള്ള അത്രയും ചൂട് ക്രമീകരിച്ച ഒരു ബോക്സ്. എന്നിട്ട് ഈ ബോക്സിൻ്റെ മുകളിൽ നേരത്തെ പ്രസ് ചെയ്ത് വെള്ളം ഒഴിവാക്കിയ ആ പേപ്പർ, നനഞ്ഞ പേപ്പറില്ലേ, ആ നനഞ്ഞ പേപ്പർ ഇതിൻ്റെ മുകളിൽ ഓരോന്നോരോന്നായി ഒട്ടിച്ചിടും. ഇതിന് ശേഷമാണ് കേട്ടോ ഇതൊരു പേപ്പറായി മാറുന്നത്. ഒരു മരത്തിൻ്റെ പുറംതൊലിയിൽ നിന്ന് എങ്ങനെ ഒരു പേപ്പർ ഉണ്ടാക്കുന്നു എന്നതിൻ്റെ ഓരോ ഘട്ടവും സൂക്ഷ്മമായി നിരീക്ഷിക്കാൻ ഇവിടെ പറ്റും. ഈ വെട്ടി ഒഴിവാക്കിയതൊക്കെ അവർ വീണ്ടും ഉപയോഗിക്കും കേട്ടോ. ഈ ഫാക്ടറിയോട് ചേർന്ന് തന്നെ ഒരു ഷോപ്പുണ്ട് കേട്ടോ ഇവിടെ. അതായത് ഈ ഫാക്ടറിയിൽ തന്നെ നിർമ്മിക്കുന്ന പേപ്പർ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളാണ് ഇവിടെ വിൽക്കുന്നത്. ആ ഷോപ്പാണ് കേട്ടോ ഇത്. ഈ പെയിൻറ്റിംഗ് ഒക്കെ അതിമനോഹരമാണ് കേട്ടോ. പിന്നുള്ളത് പലതരത്തിലുള്ള ബുക്സുകളുണ്ട്, പിന്നെ ഗ്രീറ്റിംഗ് കാർഡുകളുണ്ട്, പലതരത്തിലുള്ള പേപ്പറുകളുണ്ട്.
നമ്മൾ ഈ നോർമൽ പേപ്പറായിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട് കേട്ടോ ഈ പേപ്പറിന്. ഇത് ഇവിടെ മാത്രമല്ല കേട്ടോ, പല രാജ്യങ്ങളിലേക്ക് ഇത് കയറ്റുമതി ചെയ്യുന്നുണ്ട്. തിംഫുവിലെ അവസാനത്തെ ദിവസമാണ് കേട്ടോ ഇന്ന്. ഇന്ന് ഞങ്ങൾ തിംഫു വിടും. ഇനി ഞങ്ങൾ പോകുന്നത് പുനാക്ക എന്ന സ്ഥലത്തേക്കാണ് കേട്ടോ.